ഹായ് മക്കളെ, ക്രിസ്മസ് എക്സാമിൽ നമ്പർ റിലേഷൻ സംഖ്യാബന്ധങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലൊന്നാണ് കോമൺ ഫാക്ടേഴ്സ്, പൊതുഘടകങ്ങൾ. ചോദ്യം വന്നാൽ എന്ത് ചെയ്യണം? നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് 50ഉം 70ഉം തമ്മിലുള്ള കോമൺ ഫാക്ടേഴ്സ്, പൊതുഘടകങ്ങൾ കണ്ടെത്താൻ ആദ്യം തന്നെ ഏത് സംഖ്യ വന്നാലും അതിനെ പ്രൈം നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് അഥവാ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതണം. എങ്ങനെയാണ് എഴുതുന്നത് നോക്കിക്കോ. 50നെ എനിക്ക് എന്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 50നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് കിട്ടുക? 25. 25നെ 2 കൊണ്ടും 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ എനിക്ക് വീണ്ടും 5 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 50നെ എനിക്ക് എഴുതാം 2 × 5 × 5. ദാറ്റ് ഈസ് ഈ നമ്പറുകൾ ഞാൻ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ 70 എന്ത് ചെയ്യും? 70യെയും എനിക്ക് 2 കൊണ്ട്, അല്ലെ, ഈവൻ നമ്പേഴ്സ് ഇരട്ട സംഖ്യ ആണെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 35 കിട്ടും. 35നെ ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 എന്ന് വരും. അപ്പൊ എനിക്ക് എഴുതാം 70 എന്ന് പറഞ്ഞത് എന്തായിരിക്കും? 2 × 5 × 7 എന്ന് കിട്ടി. അപ്പൊ സിമ്പിൾ ആണ് കാര്യങ്ങൾ. ഞാൻ നോക്കാണ്, ഇവിടെ 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, ഇവിടെയും 5 ഉണ്ട്, ബാക്കിയുള്ളതോ ഇവിടെ 5ഉം 7 ആണ്. അപ്പൊ അത് കോമൺ അല്ല. അപ്പൊ കോമൺ ഫാക്ടേഴ്സ് ആരൊക്കെയാ? 2 × 5 ആണ്. നമ്മൾക്കറിയാം, രണ്ട് പ്രൈം നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫാക്ടേഴ്സ് എങ്ങനെ വരിക? ആദ്യത്തെ ആളുടെ ഫാക്ടർ ചെയ്ത 2ന്റെ ഫാക്ടറുകൾ ആരൊക്കെയാ? 1ഉം 2ഉം. ദെൻ രണ്ടാമത്തെ സംഖ്യ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെ, 1 × 5 2 × 5. ദെൻ നമ്മുടെ ആൻസർ റെഡിയായി. 1 2 1 × 5 എന്ന് പറഞ്ഞാൽ 5, 2 × 5 എന്ന് പറഞ്ഞാൽ 10. ഈ 4 ഫാക്ടറുകളായിരിക്കും കോമൺ ഫാക്ടേഴ്സ്. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് ഷുവർ ക്വസ്റ്റ്യൻസും നോട്ടുകളും ഒക്കെ ലഭിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ ഈ ചാനൽ ഫോളോ ചെയ്ത് വെക്കുക. എ ഗ്രേഡ് എന്ന് കമന്റ് ചെയ്യുക.